യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഇന്നത്തെ കളക്റ്റീവ്സിന് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വളരെയധികം കുറവ് ഉള്ളൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കീപ്പ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. സോ അത്തരത്തിലുള്ളൊരു സാഹചര്യം മാറ്റി നിങ്ങളുടെ തന്നെ വിസ്ഡമും അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെയുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ട ആവശ്യകത ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. ആരെങ്കിലും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ അധികം ഹാർട്ട്ലെസ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള സഹതാപമോ എമ്പതിയോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ അത് വ്യക്തിയായിരിക്കില്ല, നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ഡിമൺ ആയിരിക്കാം. അതായത് സെൽഫ് ആയിട്ടുള്ള ഈഗോ അല്ലെങ്കിൽ കോംപ്ലക്സ്, അങ്ങനെ എന്തു ആവാം, അല്ലെങ്കിൽ അഡിക്ഷൻസ് വരെ ആവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നമുക്ക് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾക്ക് ചെയ്യാൻ തോന്നിക്കുന്ന കാര്യങ്ങളിനെയാണ് നമ്മളിവിടെ ടെംപ്റ്റേഷൻസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള സമയം ഇതാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളത് റിലീസ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും സങ്കടം മാത്രമേ ഇപ്പോൾ ഉള്ളൂ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് സന്തോഷം മുഴുവൻ പോയി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു തരത്തിലും പേടിക്കേണ്ട. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജി, 5 ഓഫ് കപ്സിൻ്റെ എനർജി ഒക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ 5 ഓഫ് കപ്സിൻ്റെ എനർജീനെ എന്താ പറയുക, ഒരു സാധൂകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ 3 ഓഫ് കപ്സ് എനർജി വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റെബിലിറ്റി വന്നു കഴിയുന്ന സമയത്ത്, അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള വിഷമ സാഹചര്യങ്ങൾ മാറും. അതായത് വിഷമത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അവിടെ വിഷമങ്ങൾ മാത്രമൊന്നും അല്ല ഉണ്ടാവുക, അവിടെ പിന്നീട് സന്തോഷവും ഉണ്ടാകും. ഒരു ഇറക്കത്തിന് എപ്പോഴും ഒരു കയറ്റവും ഉണ്ടാകും. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു ഇറക്കത്തിലാണ് ഇരിക്കുന്നത് എന്നാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ വളരെയധികം ജസ്റ്റിസ് ഉള്ളവരായിരിക്കണം. ഓണസ്റ്റി നിങ്ങൾ നിങ്ങളോട് തന്നെ ആദ്യം കാണിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. ആ തീരുമാനത്തിനെ ഒന്ന് വെയ് ചെയ്ത് നോക്കുക. അതായത് അതിൽ ജസ്റ്റിസിൻ്റെ ഒരു രൂപത്തിൽ അതിനെ ഒന്ന് ത്രാസിൽ തൂക്കി നോക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തോന്നൽ മാത്രമല്ല, അവർ പോലും അറിയാതെ, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാനിപ്പുലേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കുക. ഏതെങ്കിലും ഒക്കെ ആൾക്കാർക്ക്, കുറച്ചെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷനിലൂടെ പോകുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ക്ലോസ് ആയിട്ട് ഹോൾഡ് ചെയ്യണ്ട. ഓക്കെ, അവരെ വിട്ടുകൊടുക്കൂ, ഹാപ്പിനെസ്സിലേക്ക് പോകൂ. താങ്ക് യു.